സംസ്ഥാനത്ത് 27,735 തീരദേശ പരിപാലന ചട്ട ലംഘനങ്ങൾ നടന്നതായി സംസ്ഥാന സർക്കാർ. ഈ മാസം 16-ന് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. അടുത്ത വർഷം ജനുവരി 1-ന് പൂർണ്ണമായ പട്ടിക നൽകാമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് കൊല്ലം ജില്ലയിലാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. തീരദേശ പരിപാലന മേഖല സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ഇതിലെ അനധികൃത നിർമ്മാണങ്ങൾ ചൂണ്ടിക്കാട്ടിയും ചലച്ചിത്ര സംവിധായകൻ മേജർ രവി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ചട്ടലംഘനം നടന്നതായി 27,735 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 6,805 കേസുകൾ കൃത്യമായ കയ്യേറ്റമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ നേതൃത്വം നൽകുന്ന 5-അംഗ സമിതിയാണ് ഓരോ ജില്ലയിലെയും കയ്യേറ്റം കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നത്. CRZ ചട്ടം ലംഘിച്ച് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 1,860 നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ അനുമതിയില്ലാതെ നടത്തിയവയാണ്. ചട്ടലംഘനം സംബന്ധിച്ച് 19,070 പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അതിനാൽ തന്നെ പുതിയ ലിസ്റ്റിൽ എണ്ണത്തിൽ മാറ്റമുണ്ടാകുമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്, എല്ലാ കയ്യേറ്റക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ കയ്യേറ്റക്കാരെന്ന് പൊതുവെ പറയുമ്പോൾ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും അതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതുമുണ്ട്. ഈ ചെറുകിടക്കാരെ മുൻപിൽ നിർത്തിക്കൊണ്ട് വൻകിടക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മരട് കേസ് പരിഗണിക്കവേ 1,800 ചട്ടലംഘനങ്ങൾ CRZ മേഖലയിൽ കണ്ടെത്തിയതായാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് സുപ്രീം കോടതിയിൽ നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. തുടർന്ന് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ 1.5 മാസം കോടതി സർക്കാരിന് നൽകിയെങ്കിലും കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇത് വൈകുകയായിരുന്നു. ജനം, കൊച്ചി.